നമുക്ക് സവാളയും തക്കാളിയും 2 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി എടുത്തേക്കാം. പിന്നെ ഒരു നെല്ലിക്ക സൈസിൽ പുളിയും കൂടി, വാളൻ പുളിയാണ് ഉപയോഗിക്കുന്നത്, അതും കൂടി എടുത്തിട്ട് വെള്ളത്തിൽ ഊറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ എടുത്തിട്ട് കുറച്ച് ആ എണ്ണയിൽ നമുക്ക് സവാളയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇപ്പോൾ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കുക. പിന്നെ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി വേണം. ഞാൻ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ, എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താവുന്നതാണ്. അതും കൂടിയിട്ട് പച്ചമണം പോണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. അതിന് മുന്നേ കറിവേപ്പിലയും മറ്റേ പച്ചമുളക് എടുത്ത് വെച്ചില്ലേ, അതും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കണം. 2 or 3 പച്ചമുളക് എത്രയാണെന്ന് വെച്ചാൽ ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒരു കളറിന് മാത്രമായിട്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിത് പുളിവെള്ളം ഒഴിക്കാം. അതും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റായിട്ട് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം, മീൻ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പ് പോരെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 5 or 10 മിനിറ്റ് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.